കർണാടകയിലെ കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രം ഒരു മഹാമാതൃകാ സ്ഥാനമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഈശ്വര സന്നിധി. കുദ്രോളിയെക്കുറിച്ച് അറിഞ്ഞതു മുതൽ അവിടേക്കെത്താൻ തിടുക്കമായിരുന്നു. മംഗലാപുരം നഗരത്തിൽ നിന്ന് ഒരു ഓട്ടോയിൽ കയറി ഗോകർണനാഥന്റെ സന്നിധിയിൽ എത്തി. വില്ലവ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ക്ഷേത്രം പടുത്തുയർത്തിയത്. BC 200 മുതൽ AD 1100 വരെ ഭരണം കൈയാളിയിരുന്ന ചേര രാജാക്കന്മാർ വില്ലവരായിരുന്നു. വില്ലവരുടെ രാജമുദ്ര വില്ലും ശരവുമായിരുന്നു. ചേര രാജ്യത്തിന്റെ പതാകകളിലും നാണയങ്ങളിലും ഈ മുദ്ര ധാരാളമായി ഉണ്ടായിരുന്നു. ഈ വില്ലവരുടെ പിൻഗാമികൾ പിൽക്കാലത്ത് മംഗലാപുരത്ത് ഒരു ആരാധനാ കേന്ദ്രത്തിന് ആഗ്രഹിച്ചു. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. ശിവനെ ആരാധനാമൂർത്തിയായി കണ്ടിരുന്ന ഈ സമുദായത്തിലെ ചിലർ ഒരിക്കൽ ഗോകർണം ക്ഷേത്രം ദർശനത്തിന് പോയി. ബ്രാഹ്മണരെന്ന് തെറ്റായി ധരിച്ച് അവരെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച ഗോകർണ ക്ഷേത്രാധികാരികൾ പിന്നീട് ഇവർ അവർണരാണെന്ന് തിരിച്ചറിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കി. അപമാനഭാരവും ദുഃഖവും സഹിയാതെ മംഗലാപുരത്ത് തിരിച്ചെത്തിയ അവർ ഹൊയ്ഗെ ബസാർ കൊരകപ്പ എന്ന സമുദായ അധ്യക്ഷനെ സമീപിച്ചു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ജാതിഭേദങ്ങൾക്ക് അതീതമായി ഒരു ദേവസന്നിധി ഉണ്ടാകണം. എന്നാൽ എവിടെ, എങ്ങനെയെന്ന് കൊരകപ്പയ്ക്ക് നിശ്ചയിക്കാനായില്ല. ആ സന്ദർഭത്തിലാണ് കേരളക്കരയിലെ ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം അറിഞ്ഞത്. അങ്ങനെ ഗുരുദേവൻ മംഗലാപുരത്ത് എത്തിച്ചേരുകയും ക്ഷേത്രത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തു. മാത്രമല്ല, മലയാളക്കരയിൽ കൊണ്ടുവന്ന ഒരു വിഗ്രഹത്തെ ഇവിടെ ഗുരു 1912 ശിവസങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അദ്ദേഹം മാലോകരോടായി പറഞ്ഞു, ഗോകർണത്തുള്ളത് ഗോകർണേശ്വരനാണ്, ഇവിടെയുള്ളതാകട്ടെ ഗോകർണേശ്വരനാഥനാണ്, ഗോകർണേശ്വരന്റെയും നാഥൻ. കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം എല്ലാ മനുഷ്യർക്കുമുള്ള ആരാധനാലയമായി. നിരവധി ഉപദേവതകളെയും ഇവിടെ പ്രതിഷ്ഠിക്കാൻ ഗുരു അവരോട് നിർദ്ദേശിച്ചു. ഭക്തർ ആരാകിലും അവരുടെ ഇഷ്ടമൂർത്തി ഇവിടെ ഉണ്ടാകണം.
കൊരകപ്പ എന്ന സമ്പന്നനായ വ്യവസായി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള എല്ലാ ധനവിനിയോഗവും നടത്തി. കൊരകപ്പയുടെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ സോമസുന്ദർ ഭരണസാരഥ്യത്തിൽ എത്തി. പുനർനിർമ്മിതിയിൽ ക്ഷേത്ര വാസ്തുവിദ്യ ചോള ശൈലിയിലേക്കും മാറി. മനോഹരമായ ഗോപുരം, ഭീമാകാരമായ നന്ദിപ്രതിഷ്ഠ, ക്ഷേത്രകവാടത്തിൽ നാരായണ ഗുരുവിൻ്റെ പ്രതിമ, ഹനുമാൻ മന്ദിർ, ശ്രീകൃഷ്ണ കോവിൽ, ഗീതോപദേശ പ്രതിമ, ഭിത്തികളിലെമ്പാടും കരിങ്കൽ ശില്പങ്ങൾ, മഹാദേവന്റെ വിവിധ ഭാവരൂപങ്ങൾ പ്രതിഷ്ഠിച്ച ജ്ഞാനതീർത്ഥകുളം, അങ്ങനെ നിരവധി സവിശേഷതകൾ നിറഞ്ഞ ഒരിടമാകുന്നു കുദ്രോളി ക്ഷേത്രം. ഇന്ന് വില്ലവ സമുദായത്തിൻ്റെ മാത്രമല്ല എല്ലാ വിഭാഗം വിശ്വാസികളുടെയും ആരാധനാ കേന്ദ്രമായി ഗോകർണ ക്ഷേത്രം മാറിയിരിക്കുന്നു. വൃത്തിയിലും ക്ഷേത്രാന്തരീക്ഷത്തിലും കുദ്രോളി അനുപമമാണ്. അവിടെ വന്നെത്തുമ്പോൾ ഏവർക്കും ഭക്ഷണം ക്ഷേത്രം പ്രദാനം ചെയ്യുന്നു. നവനവങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ അഗ്രിമസ്ഥാനത്താണ് കുദ്രോളി. സാമൂഹികമായി ഒട്ടേറെ സഹായ പദ്ധതികൾ കുദ്രോളി ക്ഷേത്രം നടപ്പാക്കി വരുന്നു. അകറ്റി നിർത്തപ്പെട്ട വിധവകളെ പൂജാരിണികളാക്കി കുദ്രോളി ചരിത്രം രചിച്ചു. സ്ത്രീത്വത്തെ മാനിക്കുന്നതിലും പരിചരിക്കുന്നതിലും കുദ്രോളി ഒരു മാതൃകയാണ്. ദസറ അഥവാ നവരാത്രി കർണാടകത്തിലെ വലിയ ആഘോഷമാണ്. കുദ്രോളി അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഒക്ടോബർ 15 മുതൽ 25 വരെ വിപുലമായ ആഘോഷങ്ങളാണ് കുദ്രോളി ക്ഷേത്രത്തിൽ. പെരുമാറ്റ മര്യാദകളിലും ക്ഷേത്ര പരിസര ശുചിത്വത്തിലും അന്തരീക്ഷത്തിലും ദൃശ്യഭംഗിയിലും അനുഭൂതിയിലും ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണ് കുദ്രോളിയിലെത്തിയ ഭക്തർക്ക് ലഭിക്കുക. നമ്മുടെ മലയാളക്കരയിലെ ക്ഷേത്രങ്ങൾക്ക് അനുകരിക്കാവുന്ന ഉദാത്ത മാതൃക കുദ്രോളിയിൽ ഒരു വട്ടം എത്തിയാൽ കിട്ടും എന്നതിന് സംശയമില്ല.
കുദ്രോളി ഒരു സ്വപ്നമല്ല, കുദ്രോളി ഒരു യാഥാർത്ഥ്യമാണ്.